പ്രിയ കുട്ടികളെ, നമ്മുടെ യൂണിറ്റ് തീർന്നു. നമുക്ക് വിലയിരുത്താം എന്ന ഭാഗത്തെ പ്രവർത്തനങ്ങൾ ചെയ്യാം. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭൂരിഭാഗം ക്വസ്റ്റ്യനുകളും നമുക്ക് പരീക്ഷയ്ക്ക് ആ മോഡലിലാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു ചോദ്യം പോലും കളയാതെ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. ഈ ലെറ്റസസ് പോർഷൻ നിങ്ങൾ നന്നായിട്ട്, ഈ ഭാഗമാണ് നന്നായിട്ട് പഠിക്കേണ്ടത്. കാരണം ഇതുപോലെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് പാഠം കിടന്ന് കുറേ പഠിക്കുന്നതിലല്ല, ഈ ചോദ്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഒന്നാമത്തെ ചോദ്യം, ഏത് സിറ്റുവേഷനിലാണ് മീഥെയ്ൻ കൺവേർട്ടഡ് ടു ക്ലോറോമീഥെയ്ൻ? അത് നമ്മൾ പഠിക്കുന്ന 33ാമത്തെ പേജിൽ പഠിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തുടങ്ങുന്നത് തന്നെ മീഥെയ്ൻ ക്ലോറിൻ്റെയും സൺലൈറ്റിൻ്റെയും പ്രസൻസിൽ ക്ലോറോമീഥെയ്ൻ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ ചോയ്സുകൾ സെലക്ട് ചെയ്യുക, ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെന്നും. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അടുത്തതായിട്ട് ഇച്ചിരി ഒന്ന് കണക്ക് ചെയ്ത പോലെ നോക്കാനുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ഹൗ മെനി ഹൈഡ്രജൻ മോളിക്യൂൾ റിക്വയർഡ് ടു കൺവേർട്ട് CH ട്രിപ്പിൾ ബോണ്ട് CH ഇൻറ്റു C2H6. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 കാർബണും 2 ഹൈഡ്രജനുമേ ഉള്ളൂ. ഇതിനെ 4 ഹൈഡ്രജൻ ഉള്ളതാക്കാൻ എത്ര ഹൈഡ്രജൻ മോളിക്യൂൾ വേണം? ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 എണ്ണമല്ലേ വേണ്ടത്? ഇതിനേക്കാളും അല്ലും 4 ഇതുണ്ടോ? ഇവിടെ CH2 2 ഹൈഡ്രജൻ ഉള്ളൂ. ഇവിടെ 4 കൂടുതലുണ്ട്, H6. അപ്പോൾ ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 നമുക്ക് 4 കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മുടെ ഈ പാഠത്തിലും ഉണ്ടായിരുന്നു. അതിൻ്റെ കാറ്റഗറി അഡീഷൻ റിയാക്ഷൻ ആണ്. ഇങ്ങനെ 2H2 എന്ന് പറയുമ്പോൾ മൊത്തം 4 ഹൈഡ്രജൻ ഉണ്ട്. 2 ഇവിടെയും 2 ഇവിടെയും വന്ന് ചേരും. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഇവിടെ നമുക്ക് ഈ ഒരു CHൻ്റെ കൂടെ 2 ചേർത്ത് CH3 എല്ലാ സിംഗിൾ ബോണ്ട് ആകും CH3. ഇനി നമുക്ക് മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ, ആ മോഡലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇങ്ങനെ എഴുതിയിടും. എന്നിട്ട് A എന്താണ്? ഇപ്പോൾ A സമം നമ്മൾ എഴുതാൻ പോവാണ്. ഈ ഒരു H ഈ ട്രിപ്പിൾ ബോണ്ട് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു H ഇവിടെയും ഈ ഒരു Cl ഇവിടെയും വന്ന് പിടിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? H വന്ന് പിടിച്ചത് CH എന്നുള്ള CH2 എന്നാകും. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകും. CHൻ്റെ കൂടെ ഒരു Cl കൂടെ വന്ന് കയറും. അപ്പം അതിൻ്റെ മാർക്ക് കിട്ടി. ആ ഒരു കോമ്പൗണ്ട് കുറേ എണ്ണം എടുത്തിട്ട് N ടൈംസ് എടുത്തു. അപ്പം ഇത് പോളിമറൈസ്, ഇത് അഡീഷനാണ് കേട്ടോ. ഇത് പോളിമറൈസേഷൻ. അപ്പോൾ ഇവിടെ തന്നെ കാറ്റഗറി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ടീച്ചർ ഇതിനോട് ചേർത്ത് എഴുതി പോവുകയാണ്. അഡീഷൻ റിയാക്ഷനാണിത്. N കണ്ടതോടുകൂടി, അതായത് ലാർജ് നമ്പർ എടുത്തു എന്നുള്ള N കണ്ടതോടുകൂടി ഇവിടെ ഞാൻ നേരത്തെ തന്നെ അത് പോളിമറൈസേഷൻ ആണെന്ന് എഴുതുകയാണ്. അടുത്തതായിട്ട് ഇത് B എന്താണെന്നുണ്ട്. അപ്പം നമ്മൾ ഇതാണല്ലോ എഴുതിയിരിക്കുന്നത്. അതായത് ഇവർ പറഞ്ഞേക്കുന്നത്, ടീച്ചർ മൊത്തമായിട്ടൊന്ന് എടുത്ത് എഴുതി നോക്കാം. അതായത് എയുടെ സ്ഥലത്ത് ഇത് വരണം, NCH2. അതുകൊണ്ടാണ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത് പറഞ്ഞുകൊണ്ട്. നമ്മൾ കണ്ടുപിടിച്ചു. ഡബിൾ ബോണ്ട് CHCl. ഇത് നമ്മുടെ പുസ്തകത്തിലുള്ളത് തന്നെയാണ്. ഇത് സിംഗിൾ ബോണ്ട് ആക്കി നിങ്ങൾ എഴുതണം. CH2 സിംഗിൾ ബോണ്ട് CHCl. എന്നിട്ട് 2 സൈഡിലും വരയിട്ടിട്ട് അതിങ്ങനെ നീണ്ടു പോവുകയാണ് എന്ന് കാണിക്കാൻ അങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് N കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറിയൊക്കെ എഴുതി ഇതിൻ്റെ പേരുകളും എഴുതണം. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഒന്നാമത്തേതിലൊരു ക്ലോറോ വന്ന ക്ലോറോ 2 കാർബൺ ആറ്റം അല്ലേ ഉള്ളത്, അതിൽ ഡബിൾ ബോണ്ടും കൂടെ വന്നുകൊണ്ട് ക്ലോറോ എത്തീനും ഇത് പോളി വിനൈൽ ക്ലോറൈഡായ PVCയുമാണ്. Aയും Bയും നമ്മൾ പേരും എഴുതി. അടുത്തതായിട്ട് 4ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോൺ സ്റ്റിക്ക് കുക്ക് വെയേഴ്സിൻ്റെ ഉള്ളിൽ ടെഫ്ലോൺ സ്ഥിരം ചോദ്യമാണ് കേട്ടോ. അതിൻ്റെ ഒരു മോണോമർ എഴുതാമോ എന്ന്. അതുണ്ടാക്കാൻ ഇച്ചിരി വലിയൊരു പേര് നിങ്ങൾ ഓർക്കുന്നില്ലേ? ടെട്രാ ഫ്ലൂറോ എത്തീൻ. അത്ര നീട്ടി എഴുന്നേക്കാളും നമുക്ക് എളുപ്പമുണ്ട്. CF2 ഡബിൾ ബോണ്ട് CF2. ഇനി കണ്ടൻസേഷൻ പോളിമറായിട്ട് നമ്മൾ പഠിക്കുന്നത് നൈലോൺ 66 ആണ്. അതിൻ്റെ മോണോമർ പറഞ്ഞ് ആകെ ഒരെണ്ണേ പഠിക്കാണ്ടായിരുന്നേ. അപ്പോൾ അത് അഡിപ്പിക് ആസിഡ് പ്ലസ് ഹെക്സാമെത്തിലീൻ ഡയമീൻ. അടുത്തതായിട്ട് നമ്മുടെ ഈഥൈൽ ആൽക്കഹോളിൻ്റെ ആ ഷുഗറൊക്കെ വന്ന ഇക്വേഷൻ അവിടെ പോയി നോക്കി AN ആണെന്നും
അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു പരീക്ഷാ ചോദ്യം പോലെ അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞല്ലോ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ എഴുതാൻ, നിങ്ങൾക്ക് ഇതിലെ എയും ബിയും സിയും നിങ്ങൾ എഴുതണം. എ നിങ്ങൾക്ക് അവിടെ ഒരു എൻസൈം ഉണ്ട്, സിയും അതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞതിൽ ഒരു എൻസൈം ഉണ്ട്. ഈ ABCD എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതിയിടണം. പേജ് നമ്പർ ടീച്ചർ പറഞ്ഞു തരാം. ജസ്റ്റ് പേജ് ഒന്ന് കാണിച്ചു, നിങ്ങൾ കണ്ടോ എന്നറിയാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങളുടെ ഈ പുസ്തകം ഇല്ലെങ്കിലോ എന്ന് പെട്ടെന്ന് ഓർത്തപ്പോഴാണ് ടീച്ചർ പേജ് ഒന്ന് കാണിച്ചത്. എന്നിട്ട് ABCD വരെയുള്ള അക്ഷരങ്ങളിൽ ഉള്ളത് നിങ്ങൾ എഴുതിയിടണം കമൻറ്റ് ബോക്സിൽ. ഇപ്പം തന്നെ എഴുതിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. വാഷ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. അടുത്തതായിട്ട് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാണ് വാഷിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഡീനേച്ചറിങ് സ്പിരിറ്റ് എന്തിനാണ് അങ്ങനെ ഡീനേച്ചറിങ് ചെയ്യുന്നത്? പ്രിവെൻറ്റ് മിസ്യൂസ് ആസ് ബിവറേജ്. അടുത്ത ക്വസ്റ്റ്യൻ, എത്തനോയിക് ആസിഡ് ഇൻഡസ്ട്രിയലി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? മെത്തനോൾ റിയാക്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് എത്തനോയിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. 5 to 8% എത്തനോയിക് ആസിഡിന് ഒരു സ്പെഷ്യൽ പേരുണ്ട്, വിനെഗർ. ഇതെല്ലാം പരീക്ഷയ്ക്ക് വരും തോന്നുന്നില്ലേ കാണുമ്പം തന്നെ. ഇനി അടുത്തായിട്ട് ഇവിടെ ഒരു ആസിഡും ആൽക്കഹോളും തമ്മിൽ പ്രവർത്തിക്കുന്നു. അത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ. അതിൻ്റെ പേര് എസ്ട്രിഫിക്കേഷൻ എന്നാണ്. ഉണ്ടായ എസ്റ്റർ എപ്പോഴും ടീച്ചർ പറഞ്ഞാൽ ആൽക്കഹോൾ കൂട്ടി അങ്ങ് തുടങ്ങുക. മീഥയിൽ. ഇനി എത്തനോയിക് ആസിഡ് അല്ലേ ഇത്, എത്തനോയേറ്റ്. ഒരു കാർബണാറ്റോളുണ്ട്, മീഥയിൽ എത്തനോയേറ്റ്. അടുത്ത അതിൻ്റെ യൂസാണ്, നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കാനും ജ്യൂസിലും ഫുഡിലൊക്കെ ചേർക്കാൻ വേണ്ടി, മണമുള്ള വസ്തുക്കൾ പൈനാപ്പിളിൻ്റെയൊക്കെ ചേർക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അല്ല സിമ്പിളായിട്ട് അങ്ങ് പഠിച്ചതുപോലെ ഒന്നും, പക്ഷേ സിമ്പിളായിട്ട് പഠിക്കണം, സിമ്പിളായിട്ട് മറന്നു പോകും. അതുകൊണ്ട് ഇതിനൊരു പരിപാടിയുണ്ട്, നമുക്ക് മാർക്ക് മേടിച്ചേ പറ്റൂ. നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷം കൊടുക്കണം വീട്ടിലൊക്കെ എല്ലാവർക്കും. അതിന് വേണ്ടിയിട്ട് പിന്നെയും പഠിക്കണം. കാര്യം മനസ്സിലായില്ലേ? അത്ര ഈസി ആയിട്ടാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. കെമിസ്ട്രി ഒരു ബുദ്ധിമുട്ടേ അല്ല. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരാൾക്ക് ഹെൽപ്പ്, നിങ്ങളുടെ ഫോണിലേക്ക് എത്ര ഗ്രൂപ്പുകളാണ്, എല്ലാ ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോ. ചിലർ കാണില്ല. അപ്പോൾ ആർക്കെങ്കിലും കിട്ടിയത് ഉപകാരപ്പെട്ടാൽ അത് നമ്മുടെ ജീവിതത്തിലായിരിക്കും ദൈവാനുഗ്രഹം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം. ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.